ആദ്യം 1 വീണു, പിന്നെ 2 വീണു, പിന്നെ ചറപറ വീണു. ഇപ്പോൾ 15ഓളം F-15 പോർ വിമാനങ്ങളാണ് തകർന്ന് കുവൈറ്റിൽ വീണതെന്നും അത് സാങ്കേതിക പിഴവ് മൂലം സംഭവിച്ചതാണെന്ന് അമേരിക്കയും പറയുന്നു. വെടിവെച്ചതും ആക്രമിക്കപ്പെട്ടതുമാണ് സംഭവമെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. രാവിലെ F-15 വിമാനം ഒരെണ്ണം വെടിവെച്ചിട്ടിരുന്നു. പിന്നീട് അതിനെ തുടർന്നാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത്. ഇറാനുമേലുള്ള ആക്രമണം അതിരൂക്ഷമായി നടത്തും എന്നിരിക്കെ സമവായവുമില്ല, ചർച്ചയുമില്ല, തിരിച്ചടി മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ പൊരുതുകയാണ്. നിലനിൽപ്പിന് വേണ്ടി, അതിജീവനത്തിന് വേണ്ടി, അനാവശ്യമായി തങ്ങളുടെ മേൽ നടത്തിയ ആക്രമത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി. അടിക്കുമ്പോൾ ഗൾഫ് മേഖലയിലാകെ അടിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. പല തുറമുഖ നഗരങ്ങളിലേക്കും ബേസ് സ്റ്റേഷനുകളിലേക്കും ഒക്കെ ആക്രമണം നടത്തി. ആക്രമണത്തെ 2 വീക്ഷണത്തിലാണ് ലോകസമൂഹം നോക്കിക്കാണുന്നത്. ഒന്ന്, ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സും ധനകാര്യ സ്രോതസ്സുമൊക്കെയായ മിഡിൽ ഈസ്റ്റിനെ അടിക്കുന്നതിനോട് വിയോജിക്കുന്നവർ. രണ്ടാമത്, മറ്റൊരു വിഭാഗം ആളുകൾ ഇത്തരമൊരു ആക്രമണം ഒക്കെ നടക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ നടന്നപ്പോഴുമൊക്കെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ വളരെ സുഖലോലുപരായി കഴിഞ്ഞിരുന്നവർക്ക് മേലുള്ള പരീക്ഷണമാണെന്ന് വിശ്വസിക്കുന്നവർ. ഏതായാലും പോർവിമാനങ്ങൾ തകർന്നു വീഴുന്നു എന്നുള്ളത് അത്യാപൂർവമായൊരു വാർത്തയാണ്. ആ വാർത്ത അമേരിക്കയെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ സൈനികർ മരിച്ചത് 3 5 പറയുമ്പോഴും അതിൻ്റെ 10 മടങ്ങ് കാഷ്വാലിറ്റികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പോർവിമാനങ്ങളൊക്കെയും തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാന ആയുധങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിമാനങ്ങളാണ്. F-15 പോർവിമാനങ്ങൾ എല്ലാത്തിനെയും കവച്ചു വെക്കുന്നതാണെന്നും എല്ലാത്തിനെയും അതിജീവിക്കുന്നതാണെന്നുമൊക്കെയാണ് വലിയ വിലയിരുത്തലുകളോടെ അമേരിക്ക രംഗത്തിറങ്ങിയത്. ഇപ്പോൾ തനിയെ കൊഴിഞ്ഞു വീഴുക എന്ന് പറയുന്നത് അസംഭവ്യമായൊരു കാര്യമാണെന്നും അമേരിക്കയുടെ വിമാനങ്ങൾ അത്തരത്തിലുണ്ടാവില്ലെന്നുമൊക്കെയാണ് വിശ്വസിച്ചിരുന്നത്. പണ്ട് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതുപോലെ ഇപ്പോൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം വലിയ തലവേദന കുവൈറ്റിന് സൃഷ്ടിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ US എയർബേസ് എല്ലാം ഭസ്മീകരിച്ചു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഈ വാർത്തകളൊക്കെയും പശ്ചിമേഷ്യൻ യുദ്ധങ്ങളുടെ ഒരു പോരാട്ട രീതിയും അതിൻ്റെ കളിക്കളവും മാറുന്നു എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സംഭവവികാസങ്ങളെ ശ്രദ്ധാപൂർവമാണ് ലോകം വീക്ഷിക്കുന്നത്. കാരണം ഈ യുദ്ധത്തെ ഇറാൻ അതിജീവിക്കാനായാൽ പിന്നീട് അവർക്ക് ആ മേഖലയിലെ അധീശത്വം ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. പക്ഷേ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സർവ്വശക്തിയും എടുത്ത് പോരാടുന്ന ഒരു പോരാട്ടത്തിൽ അവർക്കൊപ്പം ആരും അണിയേറുന്നില്ലെങ്കിൽ എത്ര നാൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അങ്ങനെ ചെറുത്തുനിൽപ്പിൻ്റെയും പ്രത്യാക്രമണത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും ഘട്ടത്തിലാണ് ആയുധങ്ങൾ തന്നെ പണിമുടക്കി തകർന്നു വീഴുന്നു എന്ന് സ്വയം സമ്മതിക്കേണ്ടി വരുന്ന അമേരിക്കയുടെ ഒരു ചിത്രവും വളരെ ദയനീയമാണ് ഈ യുദ്ധമുഖത്ത്.